ഹലോ, നേരത്തെ ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണിത്. അതിൻ്റെ രണ്ടാം ഭാഗം. നമ്മളിപ്പോൾ മാവിലാന്തോട് എത്തിയിരിക്കുകയാണ്. പഴശ്ശി സ്മരണ ഉണർത്തുന്ന ലാൻഡ്സ്കേപ്പ് മ്യൂസിയത്തിൻ്റെ മുന്നിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പഴശ്ശിയുടെ സമരചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് റിലീഫുകളുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ആകർഷകത്വം. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ആ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഹരിതാഭം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ ചരിത്ര സ്മൃതിയെ ആവിഷ്കരിക്കാൻ ഇവർ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചരിത്രമറിയാത്തവരെ അതിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഓരോ ചരിത്ര സംഭവങ്ങളെയും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര തുടരുമ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ മാവിലാന്തോടിൻ്റെ കരയിലായിട്ട് പഴശ്ശിയുടെ ഒരു പൂർണ്ണകായ പ്രതിമ ഒരുക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ അവിടെ എത്തുമ്പോഴേക്കും സമരത്തിൻ്റെയും സഹനത്തിൻ്റെയും നാളുകളിലൂടെ കടന്നുപോയ നമ്മുടെ പൂർവികരെ നമ്മൾ ഓർമ്മിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യും എന്നത് തീർച്ചയാണ്. ഒരുപക്ഷെ അവർ വെട്ടിത്തന്ന പാതയിലൂടെയാണ് നമ്മുടെ വർത്തമാനകാലം മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യത്തെയും ഓർമ്മിക്കുകയും അവരെ നമിക്കുകയും ചെയ്യും. ഈ ലാൻഡ്സ്കേപ്പ് മ്യൂസിയം സജ്ജമാക്കിയിട്ടുള്ളത് വളരെ മനോഹരമായ ഉദ്യാനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. അതേസമയം കാട്ടിലെ നൈസർഗികമായ വൃക്ഷങ്ങളെ അതേപോലെ നിലനിർത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ കെട്ടിയിട്ടുള്ള ഊഞ്ഞാലുകളിൽ കുട്ടികൾ ആടിക്കളിക്കുന്നത് കാണുമ്പോൾ ആർക്കും സന്തോഷം തോന്നും. വൃക്ഷങ്ങളുടെ ഗരിമ നമ്മെ ആകർഷിക്കുന്ന ഒന്നാണ്. വാസ്തവത്തിൽ കാടും മലയും ഒക്കെ നമ്മുടെ മനുഷ്യൻ്റെ നിസ്സാരതയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെയും ആനന്ദത്തിൻ്റെ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആളുകൾ ഒത്തുചേരുന്നതും കുട്ടികൾ കളിക്കുന്നതുമൊക്കെ വളരെ സന്തോഷകരമായ അനുഭവമാണ്. പഴശ്ശി രാജയുടെ പൂർണ്ണകായ പ്രതിമ മാവിലാന്തോടിൻ്റെ കരയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടു വലത്തുഭാഗത്തായി അദ്ദേഹത്തിൻ്റെ ഒരു സ്മൃതി കുടീരം കൂടി സജ്ജമാക്കിയിട്ടുണ്ട്. അതും പച്ചപ്പിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. തൊട്ടു പിന്നിൽ ഒഴുകുന്ന മാവിലാന്തോട് നമുക്ക് കാണാം. അതിൻ്റെ അക്കരയിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വെടിവെക്കപ്പെട്ടത് അല്ലെങ്കിൽ മരിച്ചു വീണത്. ആ മരണത്തെപ്പറ്റിയും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം വെടിക്ക് ഇരയായില്ല എന്നും ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായതെന്നും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ.